മൈ കുക്കിംഗ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ഒഴിച്ചു കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കറിയാണ്. ഉള്ളിപ്പുളി, ബോയിൽഡ് റൈസ്, അതിൻ്റെ കൂടെ നമുക്ക് കുട്ടികൾക്കോ മുതിർന്നവർക്കോ എല്ലാവർക്കും വളരെ ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും ആവശ്യമില്ല. ഒരൊറ്റ ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിണ്ണം ചോറ് കഴിക്കാം എന്നാണ് പറയുക. അപ്പോൾ നല്ല ബോയിൽഡ് റൈസ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സബോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമ്മൾ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോളയും തക്കാളിയും അതേപോലെ തന്നെ അതിൽ പച്ചമുളക്, നടുകീറിയ പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് വാട്ടിയെടുക്കണം. നന്നായി വാട്ടിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാട്ടിയെടുക്കണേ. ഇതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ച മണം പോകുന്നത് വരെ നന്നായി വാട്ടി കൊടുക്കണം. നന്നായി വാട്ടി കൊടുക്കുക. നമ്മുടെ കളറിന് വേണ്ടി ഇതിൽ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എരിവിനായിട്ട് നമ്മൾ ചില്ലി പൗഡർ, മുളക് പൊടിയാണ്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല പഴയ പുളിയാണ്, കറുത്ത പുളിയാണ്. പുളി പിഴിഞ്ഞ് സ്ട്രെയിനറിലേക്ക് ആക്കിയിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റുക. എന്നിട്ട് നന്നായിട്ടിത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടത് ഈ തിക്നെസ് വരും. നല്ല കട്ടി കുറുകി വരണം. കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കിടുക്കാച്ചി ഉള്ളിപ്പുളി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ഒരു അട്ടാർ ഐറ്റമാണ്. നമുക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പുളി ഒഴിക്കുന്ന സമയത്ത് ഉപ്പൊക്കെ തീരെ കുറഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സൈനിങ് ഓഫ് ഷെഫ് ഷിജോയ്, മൈ കുക്കിംഗ് വ്ലോഗ്സ്.